പ്രശ്നങ്ങളുണ്ടെന്ന്, പ്രതിസന്ധികളുണ്ടെന്ന്, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രതിസന്ധിയും നിന്റെ ജീവിതത്തിൽ ഇന്നോളം നിനക്കുണ്ടായിട്ടില്ല. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം നൽകും. കണ്ടോ അച്ഛാ, ഭർത്താവ് ചെറുപ്പത്തിൽ മരിച്ചു പോയതാ, കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയതാ, ഇപ്പൊ എന്നെ അവർക്ക് വേണ്ട, എന്റെ കാര്യം ഒന്നും ശ്രദ്ധിക്കുന്നില്ല അല്ലെ? പത്രോസ് വെള്ളത്തിലേക്ക് പോയപ്പോൾ പത്രോസ് ആണോ ഈശോയുടെ കയ്യെ പിടിച്ചത്? ഈശോയാണ് പത്രോസിന്റെ കയ്യെ പിടിച്ച? പറഞ്ഞേ. ഫസ്റ്റ് കൊറിന്ത്യൻസ് ചാപ്റ്റർ 10 വേഴ്സ് 13. നല്ലൊരു ഒന്നാന്തരം വചനം ഒന്ന് പഠിച്ചോളൂ. ഇവിടെ ഇരിക്കുന്ന വിഷമിക്കുന്നവരോടാണ് ഈ വചനം പറയുന്നത്. 1 കൊറിന്തോസ് 10 അധ്യായം 13 തിരുവചനം. ഫസ്റ്റ് കൊറിന്ത്യൻസ് ചാപ്റ്റർ 10 വേഴ്സ് 13. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. യെസ്, കണ്ടോ, വചനം പറയുകയാണ് മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും നിന്റെ ജീവിതത്തിൽ നേരിട്ടിട്ടില്ലെന്ന്. ഇത് പറയുമ്പോൾ നീ വിശ്വസിച്ചോണം, നിന്റെ വീട്ടിലെ പ്രശ്നം, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രശ്നം, ഇത് മനുഷ്യ സാധാരണമാണ്. എല്ലാ കുടുംബങ്ങളിലും ഉണ്ടെന്ന്, എല്ലാ വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നല്ലോ. അയ്യോ എൻ്റെ കാര്യം ഇതല്ലേ ചിന്തിക്കുന്നുള്ളൂ. ദേ വലതു ഇടതും ഇരിക്കുന്നതിൻ്റെ മുഖത്തോട്ടം നോക്കി ചേച്ചി, കണ്ടോ, നിന്നേല് വലിയ ബോംബുമായിട്ട് അതിരിക്കുന്നത്. എപ്പോൾ പൊട്ടുവെന്നുള്ള ചിന്തയുള്ളൂ. ആ ഇരിക്കണ ഇരിപ്പ് കണ്ടിട്ടൊന്നും വിശ്വസിക്കണ്ട കേട്ടോ. എല്ലാവരുടെ മനുഷ്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന്, പ്രതിസന്ധികളുണ്ടെന്ന്, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രതിസന്ധിയും നിന്റെ ജീവിതത്തിൽ ഇന്നോളം നിനക്കുണ്ടായിട്ടില്ല, നേരിട്ടിട്ടില്ല. വചനം അതാ പറയണ. അടുത്ത വചനം വായിച്ചേ. ദൈവം വിശ്വസ്തനാണ്. ഒന്ന് പറഞ്ഞേ, അത് പറഞ്ഞേ. നമ്മള് വിശ്വസ്തരൊന്നും അല്ല. നമ്മുടെ കാര്യം നമുക്കറിയാമല്ലോ അല്ലേ? നമ്മുടെ കാര്യം നമുക്കറിയാം. ഒന്ന് മര്യാദയ്ക്ക് ഇരുന്ന് വചന ശുശ്രൂഷ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് 5 മിനിറ്റ് ആയില്ല, അതേ ഉറങ്ങി ഉരുണ്ട് വീഴുന്നു. ഇതാണ് നമ്മുടെ വിശ്വസ്തത അല്ലേ? പക്ഷേ നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ വിശ്വസ്തരല്ലെങ്കിൽ ആര് വിശ്വസ്തനാണ്? ദൈവം വിശ്വസ്തനാണ്. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ് നിന്റെ ദൈവം വിശ്വസ്തനാണ്. പറഞ്ഞുകൊടു. ഹല്ലേലൂയാ, നിന്റെ ദൈവം വിശ്വസ്തനാണ്. എന്നിട്ട് അടുത്ത വചനം എന്താ? നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. നിന്റെ ശക്തിക്കതീതമായ പ്രശ്നങ്ങൾ, പ്രലോഭനങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ഇപ്പോഴുള്ള ഭാരം, ഇപ്പോഴുള്ള നിന്റെ പ്രതിസന്ധി താങ്ങാൻ നിനക്ക് പറ്റും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് എത്ര വലിയ കുരിശാണെങ്കിലും അത് ചുമക്കാൻ നിനക്ക് പറ്റും. യെസ്, നിന്റെ തലയിൽ തന്നിരിക്കുന്ന ഈ ഭാരം നിനക്ക് ചുമക്കാൻ പറ്റും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ തലയ്ക്കകത്ത് ചിന്ത എന്നാ? പറ്റത്തില്ല. ഈ തലയ്ക്കകത്ത് ഈ ചിന്തയാ. പക്ഷേ ഹൃദയം പറയുന്നു നിനക്ക് ചുമക്കാൻ പറ്റും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതെങ്ങനെയെന്നല്ലേ? അടുത്ത വചനം ഒന്ന് വായിച്ചേ. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. കണ്ടോ? അതായത് ഈ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും പരീക്ഷകളും അതിജീവിക്കാൻ വേണ്ട ശക്തി ആര് തരും? സ്വർഗം നിനക്ക് തരുമെന്ന്. നിനക്ക് ഇത്രയൊക്കെ ഉള്ളു കപ്പാസിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിശ്വസ്തതയൊക്കെ മനസ്സിലായി, ഇത്രയുള്ള കപ്പാസിറ്റി. പക്ഷേ ഇതിനെ നേരിടാനുള്ള കരുത്ത് സ്വർഗം നിനക്ക് തരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സങ്കീർത്തനം 121 നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു വചനമാണ്. സങ്കീർത്തനം 121, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 121 വേഴ്സ് 1 to 8. സങ്കീർത്തനം 121 അതിന് 1 തിരുവചനം തൊട്ടൊന്ന് വായിച്ചേ. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വചനമാണ്. വായിച്ചോ. അറിയാമല്ലോ, വായിച്ചോ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? കണ്ടോ, എങ്ങോട്ടാ ഉയർത്തണേ? പർവ്വതങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അയ്യോ, അതിന് മാത്രം പ്രശ്നമാണ്.
ഉയരങ്ങളിലേക്ക് ഇങ്ങനെ കണ്ണുകൾ ഉയർത്തി ഇങ്ങനെ നോക്കുക. എന്നെ ആര് സഹായിക്കും? എന്നെ ആര് സഹായിക്കും? എനിക്കാരുമില്ലേ? എനിക്കാരുണ്ട്? അല്ലെ, ആരെന്നെ സഹായിക്കും? ആർക്കെന്നെ മനസ്സിലാകും? ആരെന്നെ ബഹുമാനിക്കും? ആരെന്നെ പരിഗണിക്കും? ഇതിങ്ങനെ രാവിലെ തൊട്ട് ഇങ്ങനെ നിലവിളി നിലവിളി നിലവിളി, സങ്കടം. അടുത്ത വചനം ഒന്ന് വായിച്ചേ. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ സഹായം എവിടുന്നാ? സ്വർഗം നിന്നെ സഹായിക്കുന്നു. സ്വർഗം നിന്നെ കൃത്യമായി സഹായിക്കും. നിന്റെ ജീവിതത്തിൽ ഏത് വലിയ പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, പ്രാർത്ഥന ഉയരുന്നിടത്ത് ഒരു സ്വർഗീയമായ ശക്തി അവിടെ വെളിപ്പെടും. ദൈവം നിന്നെ സഹായിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ ഈ സഹായത്തെക്കുറിച്ചും സഹായകനെ കുറിച്ചും കൃത്യമായിട്ട് പഠിപ്പിക്കും. ജോൺ ചാപ്റ്റർ 15:26. ഞാൻ പിതാവിന്റെ അടുത്തു നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം നൽകും. കണ്ടോ, സ്വർഗത്തിൽ നിന്ന് നിനക്കൊരു ശക്തി, ഒരു സഹായം വരുന്നു. ഈ സഹായകൻ ഒരു പേരുണ്ട്. പേരെന്താ? സത്യാത്മാവ്. ഉച്ചത്തിൽ പറഞ്ഞ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. നിന്റെ ജീവിതത്തിന്റെ സങ്കടത്തിലും ഭാരത്തിലും നെടുവീർപ്പുകളായിട്ട് ഇങ്ങനെ ഉയർത്തുമ്പോൾ സ്വർഗം നിന്നെ സഹായിക്കും. ആ സഹായകനാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 16-ാം അധ്യായം 7-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ജോൺ 16:7, ചാപ്റ്റർ 16:7. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. സഹായകൻ നിന്നെ സഹായിക്കും. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തൊന്നും ബലപ്പെടുത്തി പറഞ്ഞ്, സഹായകൻ നിന്നെ സഹായിക്കും. സഹായകൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സഹായകൻ ആരാണ്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. ഹെബ്രായ ലേഖനം, ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 13:6. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 6-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ഹെബ്രായ ലേഖനം 13:6. അവിടെ ഇരിക്കുന്ന അനേകർക്കുള്ളൊരു സന്തോഷ വചനമാണ്. വായിച്ചോ. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എന്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? കണ്ടോ, വലതുകരം ഉയർത്തിപ്പിടിച്ച് ഒന്ന് ഏറ്റുചൊല്ലി പറഞ്ഞ്, അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എന്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യാൻ കഴിയും? ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും മനുഷ്യരുടെ പീഡനങ്ങളിലോ ഉപദ്രവങ്ങളിലോ വിഷമിക്കുന്നുണ്ടോ? അയൽവാസികൾ ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ പറയുന്നു എന്ന് വിഷമിക്കുന്നുണ്ടോ? നിന്നെക്കുറിച്ച് ഇടവകയിൽ ഇല്ലാ കഥകൾ പറയുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടോ? നിന്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്നെ ഒറ്റപ്പെടുത്തുന്ന ചിന്തയുണ്ടോ? ഇങ്ങനെ 100,000 പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങളായിട്ട് ഉള്ളിലുണ്ടാവും. വീട്ടിൽ തന്നെ അംഗീകാരം കിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഒരു കുടുംബനാഥ പറഞ്ഞ പോലെ, അച്ഛാ 2 ആൺമക്കളെ വളർത്തി വലുതാക്കി, പൊന്നുപോലെ വളർത്തി, 2 പേർക്കും ജോലിയായി, കല്യാണം കഴിഞ്ഞു, അവർക്ക് കുടുംബമായി, ഇപ്പൊ എന്നെ വേണ്ട. അച്ഛാ ഭർത്താവ് ചെറുപ്പത്തിൽ മരിച്ചു പോയതാ, കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയതാ, ഇപ്പൊ എന്നെ അവർക്ക് വേണ്ട, എന്റെ കാര്യം ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അച്ഛോ ഇനി ഞാൻ എന്ത് ചെയ്യും? ആരെനിക്ക് സഹായം? ആരാ സഹായം? പരിശുദ്ധാത്മാവുണ്ടെന്ന്. നിന്റെ ഹൃദയത്തിന്റെ എത്ര വലിയ ഭാരമാണെങ്കിലും ആ ഭാരം നിനക്ക് ചുമക്കാൻ ശക്തി നൽകുന്ന സ്വർഗത്തിന്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പഴയ നിയമത്തില് പ്രത്യേകിച്ച് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം തിരുവചനം, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 41:10. ഈ സഹായത്തെ കുറിച്ച് കൃത്യമായിട്ട് നന്നായിട്ടൊന്ന് പഠിപ്പിക്കുന്നുണ്ടെന്ന് വായിച്ചേ. യേശയ്യാ 41:10.
ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. കണ്ടോ, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, സഹായിക്കുകയും ചെയ്യും. ഒന്നും കൂടെ അടുത്ത വചനം കൂടെ വായിച്ചേ. എന്റെ വിജയകരമായ വലത്തു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ കയ്യിൽ ആര് പിടിച്ചിരിക്കുന്നു? കർത്താവിന്റെ വലത് കൈ, അത് പരിശുദ്ധാത്മ ശക്തി നിന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീയാണ് പിടിച്ചിരിക്കുന്നത്, ദൈവമാണോ പിടിച്ചിരിക്കുന്നത്? പറഞ്ഞേ. നമ്മുടെ പിടുത്തം നമുക്കറിയാം അല്ലേ? നമുക്കറിയാം, കാര്യം കാണാൻ വേണ്ടിയാ നമ്മുടെ പിടുത്തം. സത്യമല്ലേ? കാര്യം കാണണം അല്ലേ? മകന്റെ ജർമ്മൻ വിസ 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 വിസ. എനിക്ക് ആ ചേച്ചി ഇവിടെ എങ്ങനെ ഉണ്ടോ ആവോ? ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമേ, അച്ഛാ ജർമ്മൻ വിസ, ജർമ്മൻ വിസ, ജർമ്മൻ വിസ പറയണ എല്ലാം ചെയ്യും. പിന്നെ കുറേ നാൾ കണ്ടില്ല. പിന്നെ ഞാൻ അവരുടെ ഇടവക പള്ളിയിൽ ഒരു പള്ളിപ്പെരുന്നാളിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ, അച്ഛാ എത്ര നാളെ അച്ഛനെ കണ്ടിട്ട്. ഞാൻ പറഞ്ഞു, ചേച്ചി ഇപ്പം അങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ പോട്ടയിലൊന്നും. അതൊക്കെ നടന്നച്ഛാ, അതൊക്കെ നടന്ന് അച്ഛനോട് പറഞ്ഞില്ലല്ലോ. അയ്യോ, ഞാൻ മറന്നുപോയി കേട്ടോ. 2-3 മാസം കഴിഞ്ഞ് അതൊക്കെ നടന്നച്ചാ. അവൻ ജർമ്മനിയിലെത്തി, ഇപ്പം അവിടെ നന്നായിട്ടൊക്കെ പോകുന്നു. അവന് പാർട്ട് ടൈം ജോലിയൊക്കെ കിട്ടി, എല്ലാം ഓക്കെയാണ്. ഞാൻ നോക്കട്ടെ അച്ഛാ, ഇനി എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ വരാം. നമ്മുടെ ആവശ്യം, നമ്മുടെ കാര്യം നടക്കണമെന്നല്ലേ? നമ്മുടെ പലപ്പോഴുള്ള നമ്മുടെ ഇവിടുത്തെ അങ്ങനെയാണല്ലോ അല്ലേ? ഈ പത്രോസ് വെള്ളത്തിലേക്ക് പോയി അല്ലേ? പത്രോസ് വെള്ളത്തിലേക്ക് പോയപ്പോൾ പത്രോസ് ആണോ ഈശോയുടെ കയ്യെ പിടിച്ചത്? ഈശോയാണ് പത്രോസിന്റെ കയ്യെ പിടിച്ചത്. പറഞ്ഞേ, ഈശോയാ പിടിച്ചത്. അയാൾ വെള്ളത്തിൽ കിടന്നുകൊണ്ട് കൈ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. കർത്താവാണ് അവന്റെ കയ്യെ കയറി പിടിച്ചതെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഇങ്ങനെ മുങ്ങിത്താഴുമ്പോൾ നിന്റെ സങ്കടത്തിന്റെ അനുഭവത്തില് ദേ കർത്താവിന്റെ വലത് കൈ നിന്റെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കും. ഹല്ലേലൂയാ. 2 കരങ്ങൾ ഇങ്ങനെ അൽത്താരയിലേക്ക് നീട്ടി പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ. പരിശുദ്ധാത്മാവേ. ഈ കയ്യിൽ ആര് പിടിച്ചിട്ടുണ്ട്? പരിശുദ്ധാത്മാവ്. ഒന്നും കൂടെ വിളിച്ചേ. പരിശുദ്ധാത്മാവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കുന്നു. യെശയ്യായുടെ പ്രവചനം 41-ാം അധ്യായം 13-ാം തിരുവചനം വായിച്ചേ. സെയിം ചാപ്റ്റർ 41 വേഴ്സ് 13. 13. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. കണ്ടോ, നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് ഉറപ്പിക്കണം, നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണം. ഇതാ, സ്വർഗം എനിക്കൊരു സഹായം തരുന്നു, അതാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്നവർക്ക് ഒന്നും കൂടെ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു, ദൈവം നിന്നെ സഹായിക്കും. പറഞ്ഞു കൊടുത്തേ, ദൈവം നിന്നെ സഹായിക്കും. നോക്കി പറ, ദൈവം നിന്നെ സഹായിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ലൂക്കാസ് വിശേഷം 1:35. പരിശുദ്ധ അമ്മ സംശയം, ഭാരം, ഭയം, അസ്വസ്ഥത, ഇതിന്റെ എല്ലാത്തിന്റെ നടുവിൽ ലൂക്കാ 1:35 വചനം പറഞ്ഞേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. എന്ത് പറ്റി? പരിശുദ്ധ അമ്മയിൽ അത്രേ നേരം ഉണ്ടായിരുന്ന എല്ലാ ഭാരവും അസ്വസ്ഥതകളും സംശയങ്ങളും ഭയവും എല്ലാം മാറി. എപ്പോൾ? പരിശുദ്ധാത്മാവിനെ അനുഭവിച്ച നിമിഷം മുതൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉള്ളിൽ നിന്ന് മാറി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 2-ാം അധ്യായം 4-ാം തിരുവചനം. പേടിച്ചരണ്ടിരുന്ന ശിഷ്യന്മാര് അല്ലേ? അയ്യോ, ശിഷ്യന്മാരുടെ സ്വഭാവമൊക്കെ നമുക്കറിയാം. ഒറ്റൊരുത്തം പോലും ഒരു ആവശ്യ സമയത്തിന് കൂടെ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? ഇല്ലെന്ന്. എല്ലാവരും ഓടിക്കളഞ്ഞു. ഒരുത്തൻ ഗെത്സമീൻ തോട്ടത്തിൽ വന്നിരുന്നു. ബൈബിൾ പറയുന്നു, അവൻ ഉടുത്തിരുന്ന തുണി പോലും ഉപേക്ഷിച്ചിട്ട് ഓടിക്കളഞ്ഞു. ഇതാണ് അവസ്ഥ. ഒരുത്തൻ ഒരു പെണ്ണിന്റെ മുമ്പിൽ 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. ഇങ്ങനെ തുടങ്ങുന്ന ശിഷ്യന്മാര്, ബലമില്ലാത്തവർ, സങ്കടങ്ങളിൽ കഴിയുന്നവർ, ഭയപ്പെട്ട് കഴിയുന്നവർ. അപ്പസ്തോല പ്രവർത്തനം 2:4, 2-ാം അധ്യായം 4-ാം തിരുവചനം. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2 വേഴ്സ് 4 വായിച്ചോ. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയാ. പാവപ്പെട്ട മനുഷ്യര്, ഒത്തിരി കുറവുകളുള്ള, പാപാവസ്ഥയിലുള്ള, ഒത്തിരി കുറവുകളുള്ള മനുഷ്യര്. പക്ഷേ ഈ പരിശുദ്ധാത്മാവാകുന്ന നിത്യസഹായകനെ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അവരുടെ സ്വഭാവ രീതികൾ മാറി.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. 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 ദേ, ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് നിത്യസഹായകനായ പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ. എല്ലാവരും ചാടി എഴുന്നേറ്റ് നിന്നേ. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരൊന്ന് എഴുന്നേറ്റ് നിന്നോ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഇന്ന് ഉയർത്തിപ്പിടിച്ച്, നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച്, അഗ്നി ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനെ, ജീവനദിയായി നിറഞ്ഞു കവിയൂ. ദൈവ ചൈതന്യമേ ആഗ്രഹിക്കുകയാണ് ഇത് സംഭവിക്കട്ടെ, കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ ആഗ്രഹിക്കുക. നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് ഈ കൂടാരത്തിൽ ഒന്ന് ചലിക്കുന്ന അനുഭവമാണ്. ഇവിടെ ഇരിക്കുന്ന മരവിച്ച മനുഷ്യര്, പ്രാർത്ഥിക്കാൻ പറ്റാത്തവര്, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നവര്, ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിലും ഈ പരിശുദ്ധാത്മാവ് അത് ചലിക്കുന്ന ഒരു അനുഭവമായിട്ട് മാറട്ടെ, നിറയട്ടെ, കവിയട്ടെ, എന്റെ ഹൃദയത്തിൽ നിറയട്ടെ. കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം യേശുവിനായി. ആമേൻ. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ആമേൻ. ഒന്നിച്ചൊന്നായി നിന്നിടാം യേശുവിനായി. കൈകൾ ഉയർത്തി കൈയടിച്ച് ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവർത്തികൾ. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവർത്തികൾ. ആമേൻ, ആമേൻ. കൈകൾ ഉയർത്തി കൈയടിച്ചോ, നന്നായിട്ട് കൈയടിച്ചോ. ഓ കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെ സമർപ്പിച്ച് കൈയടിക്കുന്നു. ശാരീരിക രോഗപീഠമുള്ളവർ ഇപ്പോൾ അത് സമർപ്പിച്ച് കൈയടിക്കട്ടെ. ശിരസ് മുതൽ ഉള്ളംകാല് വരെ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം ഈ ശരീരത്തിലേക്ക് പ്രവഹിക്കട്ടെ. ശരീരത്തിലെ രക്തക്കുഴലുകളിലേക്ക് യേശുവിന്റെ ആത്മാവിന്റെ ശക്തി ഈ സമയത്ത് പ്രവഹിക്കട്ടെ. നിന്റെ ശ്വാസ നിശ്വാസങ്ങളിലേക്ക് യേശുവിന്റെ ശക്തി പ്രവർത്തിക്കപ്പെടട്ടെ. നിന്റെ ശരീരത്തിലുള്ള ചതവും വേദനയും എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും ഇതാ പരിശുദ്ധാത്മാവിനാൽ നിർവീര്യമാക്കപ്പെടട്ടെ. നിന്റെ ശരീരത്തിലുള്ള എല്ലാ രോഗവൈറസുകളെയും പരിശുദ്ധാത്മാവ് നിർവീര്യമാവട്ടെ. ഈ നിമിഷങ്ങളിൽ നിന്റെ ശരീരത്തിലേക്ക് അത്ഭുത ശക്തി പ്രവഹിക്കപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടപ്പെടട്ടെ. ശിരസ് മുതൽ ഉള്ളംകാല് വരെ നീ അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളെയും, രോഗപീഠകളെയും, രോഗം വരുത്തുന്ന ദുഃഖങ്ങളെയും യേശുവിന്റെ അത്ഭുതമായ ചൈതന്യത്താൽ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സംഭവിക്കട്ടെ. കൈകൾ താഴ്ത്തി, കൈകൾ അടിച്ച്. ആമേൻ. യെസ്, ഇപ്പോൾ തന്നെ സംഭവിക്കുന്നു അഭിഷേകം. യെസ്, വെളിപ്പെടുന്നു. ഉണർവിൻ കാറ്റു വീശുന്നല്ലോ. ആമേൻ. പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം യേശുവിനായി. ആമേൻ. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം യേശുവിനായി. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവർത്തികൾ. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവർത്തികൾ. കരങ്ങൾ ഉയർത്തേ, കൈയടിച്ച്. കാറ്റു വീശുന്നല്ലോ. യെസ്, പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു. ഉണർവിൻ കാറ്റു വീശുന്നല്ലോ. പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം യേശുവിനായി. ആമേൻ. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടാം യേശുവിനായി. ഉണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവർത്തികൾ. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവർത്തികൾ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കെട്ടുകളും അഴിയാൻ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഭയ, നിരാശ, ദുഃഖ ചിന്തകളെയും പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കട്ടെ. ഓർത്തോർത്തുള്ള ദുഃഖം പരിശുദ്ധാത്മാവ് നിർവീര്യമാവട്ടെ. കഴിഞ്ഞകാല സംഭവങ്ങളെ കുറിച്ച് എണ്ണിപ്പെറുക്കിക്കൊണ്ടിരിക്കുന്ന സ്വഭാവ രീതികൾ പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കട്ടെ. അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ടപ്പോൾ നമ്മുടെ ഉള്ളിൽ കടന്നു വന്ന സകല വിധത്തിലുള്ള വിപരീത അനുഭവങ്ങളെ പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കട്ടെ. ബാല്യകാല അനുഭവങ്ങളെ പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കപ്പെടട്ടെ. ചെറുപ്പകാലത്ത് കടന്നു വന്നിട്ടുള്ള തഴക്ക ദോഷങ്ങളെ പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കട്ടെ. സ്വഭാവത്തെ നശിപ്പിക്കുന്ന തെറ്റായ കൂട്ടുകെട്ടുകളെ പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കട്ടെ.
തെറ്റായ ചിന്തകളും തെറ്റായ കൂട്ടുകെട്ടുകളും പരിശുദ്ധാത്മാവ് ഈ നിമിഷം നിർവീര്യമാക്കട്ടെ. കുടുംബങ്ങളിലേക്ക് അഭിഷേകം കടന്നു ചെല്ലട്ടെ. വലിയൊരു അഭിഷേകം ഈ നിമിഷം സംഭവിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, ആമേൻ, 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 ആമേൻ. Yes, the power, anointing സംഭവിക്കുന്നു. കാറ്റടിക്കുന്നു. അനേകരിലേക്ക് അഭിഷേകം. Mighty power. Yes, 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 yes. The real fire. ശിഷ്യരിൽ വന്നപ്പോൾ ഇന്നും ഞങ്ങളിൽ വന്നിടണേ. കൈകൾ അടിച്ച് ഓ എന്നെ ചാടിത്തുള്ളേ. വരണേ. ആമേൻ. ഇന്നെന്റെ ജീവിത മാനസത്തിൽ ആമേൻ. പന്തക്കുസ്താനാളിൽ ശിഷ്യരിൽ വന്നപ്പോൾ ഇന്നും ഞങ്ങളിൽ വന്നിടണേ. ആമേൻ, ആമേൻ. ഓ എന്റെ റൂഹായ നീ വരണേ. ഓ, ഇന്നെന്റെ ജീവിത മാനസത്തിൽ ആമേൻ. പന്തക്കുസ്താനാളിൽ ശിഷ്യരിൽ വന്നപ്പോൾ ഇന്നും ഞങ്ങളിൽ വന്നിടണേ. കൈകൾ ഉയർത്തി കൈകൾ അടിച്ച് ചാടിത്തുള്ളേ. ആമേൻ, ആമേൻ. ഇന്നെന്റെ ജീവിത മാനസത്തിൽ യെസ്, പന്തക്കുസ്താനാളിൽ ശിഷ്യരിൽ വന്നപ്പോൾ പ്രവചിക്കപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം സംഭവിക്കുന്നു. ശിരസ്സ് മുതൽ ഉള്ളങ്കാല് വരെ നീ അനുഭവിക്കുന്ന എല്ലാ രോഗപീഠകളെയും രോഗം വരുന്ന ദുഃഖങ്ങളെയും സംഭവിക്കുന്നു. യേശുവിന്റെ അത്ഭുതമായ ചൈതന്യത്താൽ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സംഭവിക്കട്ടെ.